ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറേ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. ഇൻഷാല്ല ഇനി ഇടാൻ നോക്കട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എനിക്കൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റിൻ്റെ കട്ടിങ് ആട്ടോ കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മെയിൻ പാട്ടാട്ടോ പറഞ്ഞു തരുന്നത്. എന്താ ഞാൻ പറഞ്ഞില്ലേ, ബിസി ആയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് വേണ്ടതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷോൾഡർ 6 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്തും ഞാൻ 6 തന്നെ കേട്ടോ എടുക്കുന്നത്. പിന്നെ വിഡ്ത്ത് ഞാൻ വന്നിട്ട് 8 ആണ് എനിക്ക് വേണ്ടത്, സീം അലവൻസ് കൂട്ടാതെ കേട്ടോ. പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടുന്നുണ്ട്. നിങ്ങൾ അളവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾ നോർമലായിട്ട് എത്രയാണോ എടുക്കുന്നത് സെയിം അതേമാതിരി എടുക്കുക. പിന്നെ ഞാൻ വേസ്റ്റ് ലെങ്ത്ത് വന്നിട്ട് 12 ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേസ്റ്റ് ലെങ്ത്ത് തന്നെ വേണമെങ്കിൽ താഴോട്ടുള്ള സ്ട്രെയിറ്റ് ലൈനും ഇടാം. ഞാൻ ഒരു ഹിപ്പല്ല, വേസ്റ്റിൻ്റെ കുറച്ച് താഴേക്ക് വരുന്ന രീതിയിലും കൂടി ഒരു മാർക്കിങ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 12നും കുറച്ച് മാർക്കിങ് 15.5 വെച്ചിട്ട് ഒരു മാർക്കും കൂടി എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഷേപ്പായിട്ട് നല്ല നീറ്റിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ തന്നെ മാർക്ക് ചെയ്താലും മതി. ഇവിടെ 8 തന്നെ എടുക്കുന്നത്. പിന്നെ 2 ഇഞ്ച് സീം എലമെൻസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതൊക്കെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷോൾഡർ 6 എടുത്തതുകൊണ്ട് 6ൽ കുറച്ച് കുറവ് വേണം കേട്ടോ. ആം ഹോളിൻ്റെ അവിടെയുള്ള മാർക്ക് ചെയ്യുന്നിടത്ത് വരേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിത്തിരി കുറവ് എന്തായാലും വന്നാലേ ഉള്ളൂ നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ വർക്കൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ആം ഹോളിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതാ ലെങ്ത്ത് വന്നിട്ട് എനിക്ക് 40 വേണം. അതിൻ്റെ താഴേക്ക് ഞാൻ ജോർജറ്റിൽ വരുന്ന പ്ലേറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ ലാസ്റ്റിലായിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാ വിഡ്ത്ത് വന്നിട്ട് താഴേക്കുള്ള വിഡ്ത്ത് വന്നിട്ട് ഞാൻ 16 കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സ്ട്രെയിറ്റായി വരച്ചു കൊടുത്തിട്ട് നമ്മളവിടെ 15.5 എടുത്തില്ലേ, അവിടുന്ന് അങ്ങോട്ടൊന്ന് ചെരിച്ചൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത് മാർക്ക് ചെയ്യുന്ന ടേബിൾ റൗണ്ട് ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് മാർക്കിംഗ് ഒക്കെ ഒന്ന് കാണിക്കാനോ എന്താനോ. താഴെ ഇരുന്നിട്ടാണെങ്കിൽ കഴിയൂല കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ അതാ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്കിങ് റെഡിയായി. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ പ്രിൻസ് കട്ട് വരുന്ന മാതിരിയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് മാറ്റിയിട്ടിട്ട് ആ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കേട്ടോ അത്. ഈ ഡിസൈന് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഒന്ന് ഹെവി ആക്കാണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള മാതിരി ഞാൻ തന്നെ ഒന്ന് എന്നാൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഡിസൈന് ആലോചിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മളെ ബാക്ക് പാർട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ ഈ മാർക്ക് ചെയ്യാൻ. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാവണം കേട്ടോ അത്. അപ്പോൾ ഞാൻ നെക്കിൻ്റെ അവിടെ കുറച്ച് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്കിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ല കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ. വേറെ സ്റ്റിച്ചിങ് പിന്നെ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ ഫുള്ളും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ആ പാട്ടൊക്കെ ഈ നെക്കിൻ്റെത് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ 3.5 നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ടും വരേണ്ടത് 7 ആണ്. അപ്പോൾ സൈഡത്തെ ഷോൾഡർ വരുന്നത് ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് 2.5 വരും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ജോർജറ്റിൻ്റെ പീസ് എടുത്തിട്ട് അതിമ വർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് സ്പ്രെഡ് ആവണ രീതിയിലുള്ള വർക്കാട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോൻ്റെ കണ്ടവരറിയാം എനിക്ക് ഹാൻഡ് വർക്കിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരാളാണ്. യൂട്യൂബിലൊക്കെ കണ്ട് ഇങ്ങനെ ഒന്ന് ആദ്യം തൊട്ടേ ഇൻട്രസ്റ്റ് ആട്ടോ, ഭയങ്കര ഹാൻഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ പുറത്തേക്കൊന്നും ചെയ്ത് കൊടുക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു എന്ന് പറയാം കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ചെയ്തെടുത്തതാട്ടോ. ഫസ്റ്റ് മക്കൾക്ക് ഞാൻ 2 ആൾക്കും കുറച്ച് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലും കുറച്ച് ഹെവി ആയിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ലീവ്സിലും കൂടി ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ നീഡിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇൻഷാല്ലാ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ വി മാതിരി ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ജോർജറ്റിൻ്റെ മേലെ കൂടെ അതിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഞാൻ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ പകുതി വർക്ക് ഉമ്മാൻ്റെ കൂടെ പോയിട്ടൊക്കെ കേട്ടോ ചെയ്തത്. എന്ന് വെച്ചാൽ ടൈം അവിടേക്ക് പോകുമ്പോൾ അവിടെ ചെയ്യും, ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ചെയ്യും, അങ്ങനെ ആയിരുന്നു ഇത് ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് ലൈനിങ് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഭയങ്കര ലോങ് ആകും. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സെയിം ആയിട്ട് ലൈനിങ്ങും ഇതാക്കി എടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ നെക്കുകൾ കണ്ടില്ലേ, 2 ഇഞ്ചിൻ്റെ വർക്കുള്ള നെക്കായിരുന്നു. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് 5 ആട്ടോ കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുള്ളത്. ഞാൻ പറഞ്ഞില്ല ഉമ്മാൻ്റെ അവിടെ നിന്നാണ് ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് നെക്കൊന്ന് മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ മേലോട്ടൊന്ന് ക്രോസ് പീസ് വെച്ചിട്ട് വേണം ഇത് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് അമ്മാൻ്റെ കൂടെ നോർമൽ സിംഗറിൻ്റെ മെഷീനാട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് സിംഗിൾ ഫൂട്ടൊന്നുമില്ല, അതിൻ്റെ കുറവുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തത് ചില സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ളതൊക്കെ ഉണ്ട്, കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി അത് ആ സൈഡിലില്ലേ, ആ സൈഡ് ഒന്നിങ്ങനെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 40 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടിച്ചാൽ അത് ജോർജറ്റിൻ്റെ തുണിയാട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ്സിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോൾഡ് വരുന്ന ഭാഗത്തേക്കാറാണ് നമ്മൾ മേലോട്ടുണ്ടാകുക. ഇത് നേരെ തിരിച്ചാട്ടോ. അതായത് ഫോൾഡ് വരുന്ന ഭാഗത്ത് 3 ഇഞ്ച് താഴേക്കെടുത്തിട്ട് ക്രോസ് ഇട്ടിട്ട് വേണം നമ്മൾ സ്ലീവ്സ് വെട്ടാൻ. അതാണ് മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താ വെച്ചാൽ മുട്ടിൻ്റെ അട വന്നിട്ട് മുകളിലായിട്ടായിട്ട് കട്ട് വരുന്ന ടൈപ്പാട്ടോ. അതിൽ കണ്ടാലറിയാം ഫോൾഡ് വരുന്ന ഭാഗം ഇപ്പുറത്തോട്ടാണ്. നേരെ തിരിച്ച് ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുന്നുണ്ട്. വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിട്ടേൺ അടിച്ചൊന്ന് കണ്ടോക്കി അറിയാം കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കാം. ഞാൻ സ്റ്റിച്ചിങ് എടുക്കാൻ പറ്റിയിട്ടില്ല. താഴോട്ടായിട്ട് ഇങ്ങനെ ഫ്രില്ല് ജോർജറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിലും കുറച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലിങ്ങനെ ഒരു ടൈപ്പിൽ ഈസി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടോ അത് ചെയ്തെടുക്കാൻ. പിന്നെ തട്ടത്തിലും ഇങ്ങനെ കുറച്ച് ഒരു ഹാൻഡ് വർക്ക് സൈഡിലായിട്ട് നമ്മൾ ചുറ്റി കെട്ടുമ്പോൾ ഒന്ന്
ഒന്ന് ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. കുറച്ച് പിക്സ് ഞാൻ ആഡ് ചെയ്തതാണ്, പക്ഷേ അങ്ങനെ നമ്മൾ ഷോർട്സിന് എടുക്കുന്ന മാതിരി ഫോട്ടോസ് എടുത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.